ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് സ്റ്റൈൽ ബൈ മാലവിക. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ട്രാവലിംഗ് വ്ളോഗാണ് കേട്ടോ. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ ഒരു ട്രാവലിംഗ് വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എല്ലാവരും സേഫായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വേറെ എവിടേക്കല്ല, ഈശയിലേക്കാണ് പോണത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവൾക്ക് വേറെ സ്ഥലമൊന്നും കിട്ടില്ല എപ്പോഴും ഈശയിലെന്ന്. കാരണം എൻ്റെ കുറേ വീഡിയോസ് ഞാൻ ഈശ പോയിട്ട് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ എന്താണാവോ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ പിഷ പോണത്. ഞാൻ കെയറിങ് ആയിരിക്കണ സമയത്ത് നമുക്ക് ട്രാവലിംഗ് ഒന്നും പാടില്ലല്ലോ. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഒരു കുറേ നാളായി ഈശ പോയിട്ട്. ഫസ്റ്റ് പോകാനുള്ള മെൻറ്റാലിറ്റി അല്ലെങ്കിൽ മൈൻഡ് വന്നത് ഈശയിലേക്കാണ്, എനിക്കും ഏട്ടനും. അതുകൊണ്ട് നമ്മൾ നേരെ ഈശ വെച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ശിവനെ കണ്ടിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇനി മുൻപോട്ടുള്ള യാത്രകൾ. സോ നമ്മൾ ഡീസലൊക്കെ അടിച്ചു, നമ്മുടെ തുരങ്കൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കാനിട്ടാ. കുറേ നാളെ ഇതുപോലത്തെ വലിയ രീതിയിലുള്ള ട്രാവലിങ്ങൊക്കെ നടത്തിയിട്ട്, അതായത് കുറേ മണിക്കൂറോളം കാറിലിരുന്നിട്ട് പോണതൊക്കെ, അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലും മാസത്തിലൊരിക്കലൊക്കെ എന്തായാലും നമ്മൾ കോയമ്പത്തൂർ വിസിറ്റ് ചെയ്ത് വരാറുള്ളതാണ്, ശിവനെ കണ്ട് വരാറുള്ളതാണ്. ഇതിപ്പോൾ ഇച്ചിരി ലേറ്റായി വന്നു. അപ്പോൾ ഇത് ഒരു സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മുറുക്കൊക്കെ കറുകുറ തിന്നണ പോലത്തെ ഒരു ഫീലായിരുന്നു. അത് ഈ ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ കൂട്ടിയിട്ട്. ഓക്കെ, അപ്പോൾ കിഴങ്ങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കിഴങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഇതിനും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിന്ന് വെജ് മതി. അതായത് ശിവനെ കാണാൻ പോയി അവിടെ കുറച്ച് നേരം ഇരുന്ന് ശിവന് വെള്ളമൊക്കെ പുണ്യമൊക്കെ ഒഴിച്ചിട്ട്, അപ്പോൾ നമുക്ക് നോൺ കൂട്ടണ്ട, വെജ് കൂട്ടിയാൽ മതി എന്നാണ്. അപ്പോൾ വേറെ ഹോട്ടലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലത്തെ അല്ലറ ചില്ലറ സാധനങ്ങൾ തിന്നിട്ട് നമ്മളെ വയറ് ഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേണ്ടിയിട്ട് ബബ്ലൂസിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇങ്ങനെ ജീപ്പും ട്രാക്ടറൊക്കെ വിൽക്കാൻ ഇങ്ങനെ റോഡുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനത് മേടിച്ച് കൊടുത്തു. ദെൻ നമ്മുടെ യാത്ര അങ്ങനെ തുടരുകയായി ഗൈസ്. അങ്ങനെ ഇഷ എത്തിയിട്ടാണ്. ഞാൻ കുറേ നാളായി നമ്മുടെ ശിവനെ കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു എനിക്ക്. കാരണം എന്തോ സന്തോഷം. പിന്നെ അവിടെ എത്തിയപ്പോൾ എല്ലാവരും ചിലർ മേക്കപ്പൊക്കെ നടത്തി നമ്മളവിടെ നിന്ന് കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര ക്ലൈമറ്റായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും നാളും ഇഷ വന്നിട്ട് ഇത്രയും കാറ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ഭയങ്കര കാറ്റ്, മുടിയൊന്നും മര്യാദയ്ക്ക് നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഞാനൊക്കെ പറന്ന് പോണ പോലെയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ സ്റ്റാച്ചുവിൻ്റെ അവിടേക്ക് എത്രയുടെ ഉപ്പാടെ ആദ്യം ടോയ്ലറ്റിലേക്ക് പോയിട്ട് കുറേ നേരം 3-4 മണിക്കൂർ കാറിൽ എങ്ങനെ ഇരുന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. യൂറിനൊക്കെ പാസ് ചെയ്തിട്ട് വന്നു. പിന്നെ നമ്മൾ സ്റ്റാച്ചുവിൻ്റെ അവിടേക്ക് എത്തി. ഈ ഒരു സ്പേസ് കണ്ടു. അതായത് നമ്മുടെ അമ്പലത്തിൽ ദൈവങ്ങൾക്ക് നമ്മൾ പുഷ്പാഞ്ജലിയൊക്കെ സമർപ്പിക്കില്ലേ, അതേപോലെ നമ്മുടെ ശിവൻ്റെ ആ ഒരു എന്തോ അങ്ങനെ പറയല്ലോ, അവിടെ കുറച്ച് നേരം നമുക്ക് ഇരിക്കാം. പിന്നെ ഒരു പുണ്യാഹം തീർത്ഥം കിട്ടി 20 രൂപയ്ക്ക് പൂവ് കിട്ടും. അതൊക്കെ നമുക്ക് നമ്മുടെ ശിവന് വേണ്ടിയിട്ട് സമർപ്പിക്കാം. കുറച്ച് നേരം അവിടെ ഇരുന്ന് മൈൻഡ് റിലീഫാക്കി ഭയങ്കര ക്വയറ്റായിട്ട് അങ്ങനെ ഇരുന്നു കുറച്ച് നേരം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സോങ്ങും അങ്ങനെ എന്തോ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു പ്ലേസാണ് നമ്മുടെ ഇഷ വന്നിട്ട്. എത്ര ക്രൗഡ് ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള മൈൻഡ് റീഫ്രഷ് ചെയ്യാനായിട്ട് ഇതിനെക്കാട്ട് നല്ലൊരു പ്ലേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഫ്രണ്ടിലത്തെ ആ ഒരു ഭാഗമൊക്കെ കഴിഞ്ഞ് നമ്മളിനി ബാക്കിലേക്ക് പോവാണ്. ബാറ്ററി വണ്ടിയാണ് നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ കാളവണ്ടി കിട്ടും. അങ്ങനെ നമ്മളവിടെ എത്തി. ഇതുപോലെ ഒരു 6-7 ഷോപ്സ് ഉണ്ട്. അത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ടിൽ ആ ഒരു ഷോപ്പിൽ നമ്മൾ കയറി. കൂടുതലും ഈ ടീ, അതായത് കോഫി, ടീ, സ്നാക്സ് അങ്ങനത്തെ ഐറ്റംസാണ്. തൊട്ടപ്പുറത്ത് തന്നെ ഐസ്ക്രീമിൻ്റെ സെക്ഷൻ ഉണ്ട്. പിന്നെ ഈ സാൻഡ്വിച്ച് ഉണ്ടല്ലോ, വെജ്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ വേറെ ഷോപ്പിൽ അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. ദെൻ നമുക്ക് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വേണം അകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. ദെൻ അതൊക്കെ പ്രവേശിച്ച് ഈ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ കുളിച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ 3 പേരുണ്ടായിരുന്നുള്ളൂ. ഉണ്ണിനെ നോക്കൽ ചെറിയ ടാസ്ക്കാണ്, അവന് കുളിക്കാനായിട്ട് ഏജ് ലിമിറ്റ് ഉണ്ട് അവിടെ. സോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ കുറേ നേരം ഇരുന്ന് ചന്ദനകുരയൊക്കെ വരച്ചിട്ട് നമ്മൾ വീണ്ടും റിട്ടേൺ ആയി. ഓൾമോസ്റ്റ് എൻ്റെ അനിയത്തിയിൽ കോളേജൊക്കെ എത്തിയപ്പോൾ അവിടെ നമ്മൾ സ്ഥിരം കയറാറുള്ള ചിക്കൻ റൈസ് കഴിച്ചില്ല, ചിക്കൻ കാളം കഴിച്ചു. നല്ല ടേസ്റ്റാണ് കേട്ടോ.
ഈ ഒരു ഭാഗത്ത് കിട്ടുന്ന സ്പെഷ്യലാണ് കാളെന്ന് പറയുന്നത്. പിന്നെ കാഷ്യൊക്കെ വാങ്ങാനായിട്ടുണ്ടായിരുന്നു. കാഷ്യൊക്കെ വാങ്ങി പിന്നെ നമ്മൾ സ്ഥിരം കയറാറുള്ള ബേക്കറി ഗോകുലം ബേക്കറി അവിടെ കയറിയിട്ട് നമ്മൾ കോഫി കുടിച്ചു. ചേട്ടൻ ചിക്കൻ നൂഡിൽ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. ഇനി നമുക്ക് പാലക്കാട് കവർ ചെയ്യണം, എന്നിട്ട് വേണം തൃശ്ശൂർ എത്താനായിട്ട്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ വീടൊക്കെ എത്താറായപ്പോഴേക്കും ബബ്ലൂസ് ഉറക്കായി. വീടെത്തിയപ്പോഴേക്കും അവൻ ഉറങ്ങി. പിന്നെ അവൻ ഒരു 5 മിനിറ്റ് ഇട്ടാ, അത് കഴിഞ്ഞ് അവൻ എണീക്കും. അതിന് കുളിച്ച് ഫ്രഷ് ആക്കണം, എനിക്കും കുളിച്ച് ഫ്രഷ് ആവണം. പിന്നെ ബാഗിൽ കുറച്ച് സാധനങ്ങൾ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് റിട്ടേൺ അതാത് സ്ഥലത്തേക്ക് വെക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞൊരു വ്ളോഗ് ഇത്രയൊക്കെയുള്ള ട്രാവലിംഗ് വീഡിയോ. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.